ഉപദേശം പറയാത്തത് കൊണ്ട് ജനം വഷളത്വത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. വഷളത്വം. ഈ അഹറോന് പറ്റിയ അബദ്ധത്തിൽ ഒന്ന്, ജനത്തെ ഉപദേശിച്ച് നിയന്ത്രിച്ചില്ല. ജനം പറഞ്ഞതനുസരിച്ച് ഇവരും അങ്ങ് തുള്ളി. അഹരോനും നിങ്ങൾക്ക് ഭാഗം അറിയാം. മോശ പോയി 40 ദിവസമായിട്ട് കാണുന്നില്ല. അപ്പൊ ജനത്തിനിടയിൽ ഒരു അപശബ്ദവും കുശുകുശുപ്പും ആ ഭാഗമൊക്കെ നിങ്ങൾക്കറിയാം. ജനമെല്ലാം കൂടെ അഹരോനോട് വന്ന് ചോദിച്ചു, ഇല്ല പുള്ളി എന്ത് ചെയ്യുന്നു? അപ്പോൾ പോകുന്നതിന് മുന്നേ അഹരോനെ ചുമതലപ്പെടുത്തിയാ പോയത്. ഒന്ന് വായിച്ചേര്, 24:12 പെട്ടെന്ന് വായിര്. പുറപ്പാടാന്നേ. പിന്നെ യഹോവ മോശയോട്, നീ എൻ്റെ അടുക്കൽ പർവ്വതത്തിൽ കയറി വന്ന് അവിടെ ഇരിക്കാം. ഞാൻ നിനക്ക് കൽപ്പനകളും നീ അവരെ ഉപദേശിക്കേണ്ട ഞാൻ എഴുതിയ ന്യായപ്രമാണവും കൽപ്പനകളും തരൂ എന്ന് അരുളി ചെയ്തു. അങ്ങനെ മോശ അവൻ്റെ ശുശ്രൂഷക്കാരനായ യോശുവയെ എഴുന്നേറ്റ് മോശ ദൈവത്തിൻ്റെ പർവ്വതത്തിൽ കയറി. മോശ ദൈവത്തിന്റെ പർവ്വതത്തിൽ കയറി. അവൻ മൂപ്പന്മാരോട് അപ്പൊ മോശയും പർവ്വതത്തിലോട്ട് പോവാ. മൂപ്പൻ എന്ന് പറഞ്ഞാൽ മൂത്തതല്ല. നമ്മുടെയൊക്കെ സഭയിൽ മൂപ്പന്മാരുണ്ട്. കാരണം കണ്ടവാനം മൂത്തു. വേദവസത്തിലെ മൂപ്പനല്ല. കാരണം ഇതിനകത്ത് വന്ന് വിളഞ്ഞു കൊന്തൊടിഞ്ഞങ്ങ് മൂത്തു. ഈ കൺവെൻഷനിൽ സംബന്ധിക്കാൻ തുടങ്ങി 10-40 കൊല്ലമായി കണ്ടവാനം മൂത്ത് കഴിഞ്ഞാൽ പിന്നെ സ്തോത്രം പറയത്തില്ല, ആരാധിക്കത്തില്ല, കൈയടിക്കത്തില്ല, ദൈവത്തെ കണ്ടവാനം മൂത്തിരിക്കുക. അപ്പം മൂത്തത് വേറെ, മൂപ്പം വേറെ. പണ്ട് പറയുന്നത് പോലെ മേരി വേറെ, മൂരി വേറെ. മൂത്തത് വേറെ, മൂപ്പം വേറെ. ഇവിടെ മൂപ്പന്മാരോട് ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരുമോ? ഞങ്ങൾ ബഹുവചനമാ എന്ന് പറഞ്ഞാൽ ഞാനും യോശുവയും, അതാണ് ഞങ്ങൾ, നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരുവോളം ഇവിടെ താമസിപ്പീൻ, ഇവിടെ താമസിക്കണം. അഹരോനും ഹൂരും നിങ്ങളോട് കൂടെ ഉണ്ടല്ലോ. ആർക്കെങ്കിലും വല്ല കാര്യമുണ്ടായാൽ ഇങ്ങോട്ട് നോക്കിക്കേ. അതിന് അങ്ങനെ പറയാൻ കാര്യം, ഇമാരെന്തേലും കാര്യമൊക്കെ ഉണ്ടാക്കും. കൺവെൻഷൻ കഴിയുമ്പോൾ എന്തേലും കുരുക്ക് ഇമാരുണ്ടാക്കും. ഇമാരുടെ തൊഴിലതാ. ഇതിനകത്ത് പരമാർത്ഥികളുമുണ്ട്, പൂണ്ട ബിരുദന്മാരുമുണ്ട്. വലിയ വില്ലന്മാരാ. യോഗത്തിരിക്കുമ്പോൾ ഗ്ലോറി വിക്ടറി കാൽവറി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കണ്ണുമൊക്കെ മേലോട്ടാക്കുന്നുള്ളൂ. വലിയ പുള്ളിക്കാരാ. ആർക്കെങ്കിലും വല്ല കാര്യം ഉണ്ടായാൽ അങ്ങനെ പറയാൻ കാര്യന്മാർ പ്രശ്നം ഉണ്ടാക്കും. എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കും. അത് ദൈവത്തിനറിയാം, അഭിഷിക്തനെ പറയാം. അതുകൊണ്ടാ ആർക്കെങ്കിലും വല്ല കാര്യം ഉണ്ടായാൽ അവൻ അവരുടെ അടുക്കൽ ചെല്ലട്ടെ. അഹറോന്റെയും ഹൂരിന്റെ അടുക്കൽ ചെല്ലണം എന്ന് പറഞ്ഞു. അങ്ങനെ മോശ പർവ്വതത്തിൽ പർവ്വതത്തിലേക്ക് കയറിപ്പോയി. മോശ ദൈവത്തിന്റെ പർവ്വതത്തിലേക്ക് പോവുക. അപ്പൊ ആ ഭാഗം പഠിക്കുമ്പോൾ ഇവരെ നിയന്ത്രിക്കാൻ നടത്തിപ്പുകാരായിട്ട് അഹറോനെയും ഹൂരിനെ ആക്കി. നമുക്കറിയാം അഹറോൻ മോശയുടെ ജ്യേഷ്ഠനാണ്. ഹൂരിനെ പറ്റി ഒരു പഠനം മോശയുടെ അളിയനാണ്. അങ്ങനല്ലേ? ആരേലും പാട്ടിനിപ്പം നീ അത് പറഞ്ഞൊരോടക്കൊന്നും. മോശയുടെ പെങ്ങൾ മിരിയാമിന്റെ ഭർത്താവ് ഹൂരെന്നും ഇവൻ യഹൂദ ഗോത്രത്തിൽപ്പെട്ട വ്യക്തിയായിരുന്നെന്നും ഒക്കെ ഒരു നല്ല ഉന്നിട്ട് പാസ്സായി. ഇവരൊക്കെ ഞാൻ ജനിക്കുന്നതിന് മുന്നേ പ്രസംഗിക്കാനും പഠിപ്പിക്കാനും തുടങ്ങി. അതുകൊണ്ടാണ് അവരോടും കൂടെ ചോദിക്കുന്നത്. അതുകൊണ്ട് എന്നോട് യോജിച്ച് നിൽക്കണം, മസിൽ പിടിച്ചൊന്നും ഇരിക്കരുത്. സ്തോത്രം. യോജിച്ചു വന്നോ. അപ്പം അഹരോൻ മോശയുടെ ജ്യേഷ്ഠനും ഹൂര് മോശയുടെ അളിയനാണ്. അപ്പം അളിയനെയും ചേട്ടനെയും ഇത് ഏൽപ്പിച്ചാ പോയത്. നമ്മുടെ അളിയന്മാരെ വല്ലോ ഏൽപ്പിക്കുകയെന്ന് നല്ല ഏരായി. കാരണം നമ്മുടെ അളിയനെ നമുക്കും അറിയാം, അളിയന് നമ്മൾ അറിയാം. എല്ലാ അളിയനും കൊള്ളാം, ബേബിളിയനും കൊള്ളാം, ജോർജ് അളിയനും, എല്ലാ അളിയനും കൊള്ളാം. അപ്പം അതുകൊണ്ട് മോശ അളിയനെയും ജ്യേഷ്ഠനെയും പരമേൽപ്പിച്ചു പോവുക. പോയപ്പോൾ കൂടെ യോശുവയെ കൂടെ കൂട്ടിക്കോ. അതാ ഞാനും യോശുവയും
പർവ്വതത്തിലോട്ട് പോകുകയാണ്. ഞങ്ങൾ തിരിച്ചു വരുവോളം നിങ്ങളെല്ലാം ഇവിടെ പാർക്കണം. ആർക്കെങ്കിലും വല്ല വ്യവഹാരമോ കാര്യമോ ഉണ്ടായാൽ അത് പറയാൻ കാര്യന്മാർ ഉണ്ടാക്കും. പ്രശ്നക്കാരായി ഇവർ പ്രശ്നക്കാരാ. മിസ്രയീമിൽ വെച്ച് ഇവർ പ്രശ്നക്കാരാ. അതിൻ്റെ ഒരുത്തൻ മിസ്രയീമിനും എബ്രാനും കൂടെ വഴക്കുണ്ടാക്കി. മോശവനിടയ്ക്ക് കയറി ഒരുത്തനെ അടിച്ചങ്ങ് കൊന്ന്. ഇവന്മാർ ഗുണമാകുമെന്ന് ഓർത്താൽ പിറ്റേന്ന് 2 എബ്രായർ ശണ്ട ഉണ്ടാക്കി. അപ്പോൾ പുള്ളി അതിനിടയിൽ കയറി. അമ്മമാർ പറഞ്ഞു വേണ്ട വേണ്ട വേണ്ട, ഇവരുടെ തൊഴിൽ ഉടക്ക. അവിടെ നിന്നപ്പോൾ ഉടക്കായിരുന്നു. എവിടാ? നേരത്തെ നിന്നിടത്ത്. സഭയെ വന്നിട്ടും നിങ്ങളെങ്കിലും സത്യം സംസാരിക്കുക. അവിടെ നിന്ന കാലത്ത് ഉടക്കാം. ഇതിനകത്ത് നിന്നിട്ടും ചിലത് ഗുണമല്ല. അത് മോശയ്ക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് മോശ പറഞ്ഞ് ആർക്കെങ്കിലും വലിയ കാര്യമുണ്ടായാൽ അവർ അഗരോൻ്റെയും ഹൂറിൻ്റെയും അടുക്ക ചെല്ലട്ടെ, ഞങ്ങൾ പർവ്വതത്തിലോട്ട് പോകാം. അങ്ങനെ മോശ ഇവരെ ചുമതലപ്പെടുത്തി വെച്ച് പർവ്വതത്തിലോട്ട് പോയി. മോശ പോയിട്ട് കാണുന്നില്ല. ജനത്തിനിടെ സംസാരവും അപശബ്ദവും കുശുകുശുപ്പും. അഗരോൻ്റെ അടുക്ക വന്ന് ആൾ തടിച്ചു കൂടി വെച്ച് പറഞ്ഞ് ഞങ്ങളുടെ മുമ്പിൽ നടക്കാൻ ദൈവത്തെ ഉണ്ടാക്കി തരണം. അഗരോൻ പറഞ്ഞ് ഞാൻ എവിടെ ചെന്ന് ദൈവത്തെ ഉണ്ടാക്കാനാ? എഴുതിയിട്ടില്ലെങ്കിൽ എൻ്റെ ചിന്ത അഗരോൻ പറഞ്ഞു കാണുമായിരിക്കാൻ. ഞാൻ എഴുതിയിട്ടില്ല, ചിന്തയാ. എന്നാൽ ഞാനങ്ങ് ദൈവം ആയേക്കാന്ന്. പുള്ളിക്ക് ഒരു പൊടിപ്പിളാനുണ്ട് ദൈവം ആയാൽ കൊള്ളാന്ന്. അവ പറഞ്ഞ് വേണ്ട വേണ്ട വേണ്ട, അതിനുള്ള ഇതൊന്നും നിനക്കില്ല, ദൈവത്തെ ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പോൾ അഗരോൻ ബുദ്ധിയോടെ പറഞ്ഞൊരു കാര്യം ചെയ്യാം, പെണ്ണുങ്ങളെല്ലാം കൂടെ കുണുക്ക് പറിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. പിള്ളേരും മൃഗണിയും പെണ്ണുങ്ങളും എല്ലാം കൂടെ കുണുക്ക് പറിച്ചുകൊണ്ട് അഗരോൻ്റെ കയ്യിൽ കൊടുത്തു. അവനത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി ഒരു കൊത്തുള്ളി കൊണ്ട് ഭാഷ, രൂപം, ഷെയ്പ്പ് വരുത്തി ലക്ഷണമൊത്തൊരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി. എന്ന് പറഞ്ഞാൽ ജനം തുള്ളിയതിനനുസരിച്ച് നടത്തിപ്പുകാരനും തുള്ളി. അങ്ങനെ തുള്ളാൻ പാടില്ല. ജനം പറയുന്നതിനനുസരിച്ച് ജനത്തിൻ്റെ പൾസറിഞ്ഞല്ല ഉപദേശം സ്ഥാപിക്കുന്നത്. ഉപദേശത്തിനനുസരിച്ച് ജനം വരണം. കൺവെൻഷൻ ആൾ കൂടുകയോ ആൾ കൂടാതിരിക്കുകയോ, ചർച്ച് ഗ്രോത്ത് ആവുകയോ ആകാതിരിക്കുകയോ അല്ല നമ്മുടെ വിഷയം. പ്രമാണമാ വിഷയം. ജനത്തിൻ്റെ ഇങ്ങനെ അനുസരിച്ച് പ്രമാണം വളക്കിയല്ല, പ്രമാണം അനുസരിച്ച് ജനം ക്രമീകരിക്കപ്പെട്ട് വരണം. അപ്പം അഗരോൻ അതുകൊണ്ട് പറഞ്ഞൊരു കാര്യം ചെയ്യുക, കാളക്കുട്ടി ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. നല്ല ലക്ഷണമൊത്തൊരു കാളക്കുട്ടി ഉണ്ടാക്കി. കാളെ കണ്ടപ്പോൾ ജനം ഇളകി. ആളും കാളയും കൂടെ അങ്ങ് മേളമാണ്. അതാണ് ഇപ്പം നടക്കുന്ന ആളും കാളയും മേളവും. ഭയങ്കര ആള്, അതിനനുസരിച്ച് കാള, പിന്നെ മേളം അടിയിച്ചു ബഹളം ഉണ്ടാക്കുക. അവിടെ ഒരു പദം എഴുതിയേക്കുന്നത് ജനം പക്ഷിപ്പാനും കുടിപ്പാനും ഇരുന്ന് കളിപ്പാൻ എഴുന്നേറ്റെന്നാ മലയാളത്തിൽ. കളിപ്പാൻ എഴുന്നേറ്റെന്നാ. മോനെ ഒരു മൈക്ക് അമ്മയ്ക്ക് കൂടെ കൊടുത്തേ. ഉണ്ടോ? സ്റ്റാൻഡും മൈക്ക്. ആരാ മൈക്കിൻ്റെ ആള്? എവിടെ? സ്റ്റാൻഡും മൈക്കും കൂടെ കൊടുക്കുക. അമ്മ നന്നായിട്ട് വായിക്കുന്ന ആളാണ്. ഞാൻ ചെല്ലുന്ന മിക്ക യോഗത്തിലും വന്നിരുന്ന് വായിച്ചു തരും. അവിടെ 32-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം, കണ്ണുക്ക് തീരുന്ന വാക്യം വായിച്ചേമ്മേ. പിറ്റേന്നാൾ അവർ അധികാലത്ത് എഴുന്നേറ്റ് ഹോമയാഗങ്ങൾ കഴിച്ചു, ജനം ഭക്ഷിപ്പാനും കുടിപ്പാനും ഇരുന്ന് കളിപ്പാൻ എഴുന്നേറ്റെന്ന. മലയാളത്തിൽ കളിപ്പാൻ എന്ന, തമിഴ് കൊടുത്തേക്കുന്ന വിളയാടാൻ എഴുന്നേറ്റെന്ന. വിളയാട്ടമെന്ന. തമിഴ് ബൈബിൾ ഉള്ളവർക്ക് ഉണ്ടെങ്കിൽ പെട്ടെന്ന് വായിച്ചാൽ മനസ്സിലാകും. വിളയാടെന്ന, വിളയാട ഉണ്ടോ മന്നെ തമിഴ് ബൈബിൾ? തമിഴ് ബൈബിളാണോ? ആണോ? ഇങ്ങോട്ട് എഴുന്നേറ്റ് വാ, ഇങ്ങോട്ട് വാ. കണ്ടോ ഗുണമായത്? കണ്ടോ? ഇനി വാ, ഇങ്ങോട്ട് വരാൻ. மறுநாள் அவர்கள் காலையில் எழுந்து சர்வாங்க தகன பலியிட்டு சமாதான பலிகளை செலுத்தினார்கள். பின்பு ஜனங்கள் புசிக்கவும் குடிக்கவும் உட்கார்ந்து விளையாட எழுந்தார்கள். ഇനി ഞാൻ വിളിക്കുവേ.
മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത് കളിപ്പാൻ എഴുന്നേറ്റെന്ന. തമിഴാ കുറച്ചുകൂടെ എഫക്റ്റ്. വിളയാടാൻ എഴുന്നേറ്റെന്ന. മിക്ക കൂട്ടായ്മകളിലും ആരാധനാ യോഗത്തിലും ഒക്കെ ചെന്ന് വിളയാട്ടമല്ലേ. പ്രമാണമില്ലാത്തവനെല്ലാം കയറി വിളയാടുക. എല്ലാം രക്ഷിക്കപ്പെട്ടതല്ലയോ? സ്നാനപ്പെട്ടാന്നോ? ഇവിടെ എന്തെങ്കിലും പറ അല്ലേ? അതെ, ദൈവദാസന്മാരും ഒക്കെയാ അല്ലയോ? ആ, ദൈവം അനുഗ്രഹിക്കട്ടെ. തിരുമേശ എടുക്കുന്നുണ്ടോ? ആ, അങ്ങനെയുള്ളവർ പാടിയാൽ മതി. വിളയാടുന്ന ഒരുത്തനും ഇതിനകത്ത് കയറരുത്, കയറ്റരുത്. കാരണം അവൻ പാടി വെച്ച് പിന്നെ പോയി. ചില പിന്നെ പാട്ട് ലീഡ് ചെയ്യും ശക്തിയോടെ, ഒരിക്കൽ കൂടെ. അത് കഴിഞ്ഞ് ജീവന് പിന്നെ പോയി. കാരണം പൗലോസ് എഴുതിയല്ലോ, അജീർണത നിമിത്തം. കാരണം 5:30 തുടങ്ങിയതാ, 9:30 ആയപ്പോൾ അജീർണതയായി. സത്യം പറഞ്ഞാൽ ഞാനിതൊന്നും പറയാൻ വന്നതല്ല. ഏതോ ഗുരുക്കുണ്ട്. ഉണ്ട്. ഇത് വിളയാട്ടമല്ല, ഇതൊരു ആത്മീക ശുശ്രൂഷയാണ്. ഇപ്പൊ എല്ലായിടത്തും വിളയാടുകല്ലേ. ഞാൻ കഴിഞ്ഞ ദിവസവും പ്രസംഗിച്ചപ്പോൾ എവിടെയോ പറഞ്ഞു, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മനിറവിനെ പ്രാപിച്ച് അല്ലെങ്കിൽ അതിനായി വിശ്വാസമുള്ള കാത്തിരിക്കുന്ന ദൈവകുഞ്ഞുങ്ങൾ നമ്മുടെ സ്റ്റേജിൽ പാടിയാൽ മതി. അതിന് കാര്യമുള്ളൂ. അവരിറക്കുന്ന തീ മതി, അല്ലാത്ത വേറെ തീയൊന്നും. എന്തോ മാസ്റ്റർക്ക് ഒരു പ്രയാസം പോലെ ഞാൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും അപാകതയുണ്ടേ പറ. അത് ഒരപാകതയില്ല. സ്തോത്രം. അതിന്റെ കാരണം പറയാം. എനിക്കും ഇതുപോലുള്ളവർക്കൊക്കെ സ്തോത്രം കാണിച്ച് തരുന്നതേ സാധുക്കളാകുന്ന ദൈവകുഞ്ഞുങ്ങൾ തരുന്നതാണ്. അടുക്കളപ്പണി നടത്തുന്ന അമ്മമാരുണ്ട്, റോഡ് പണിയാൻ പോകുന്ന സഹോദരി സഹോദരന്മാരുണ്ട്, മെറ്റിൽ പൊട്ടിക്കുന്നവർ കാണും, റബ്ബർ വെട്ടാൻ പോകുന്നവർ കാണും, പാടത്ത് പണിയെടുക്കുന്നവർ കാണും, ഓഫീസ് ജോലിയുള്ളവർ കാണും. അങ്ങനെ പല നിലകളിൽ ആ കിട്ടുന്നതിൻ്റെ ഒരു വിഹിതം, തുച്ഛമായ ഒരു വരുമാനമാണ് കർത്തൃവേലയ്ക്ക് കൊടുക്കുന്നത്, ഈ പാത്രത്തിലിടുന്നത്. അപ്പം അത് അങ്ങനെ അങ്ങ് വിനിയോഗിച്ചാൽ മതി. സ്തോത്രം, സ്തോത്രം. ഇത് വിളയാട്ടമല്ല, ശുശ്രൂഷയാണ്, ആത്മീക ശുശ്രൂഷയാണ്. അങ്ങനെയുള്ളവർ പാടുന്ന ആ അന്തരീക്ഷവും തീവൊക്കെ നമുക്ക് മതി, അല്ലാത്ത തീയൊന്നും കത്തിക്കണ്ട. ജനം കൂടി പക്ഷിപ്പാനും കുടിപ്പാനും ഇത് കളിപ്പാൻ എഴുന്നേറ്റുന്ന മലയാളത്തിൽ. തമിഴാ വിളയാടാൻ എഴുന്നേറ്റുന്ന. ഞാനധികം വിവരിക്കുന്നില്ല, സബ്ജക്റ്റ് അതല്ലാത്തത് കൊണ്ടാണ്. എന്തിനേറെ ജനം വിളയാടി, കാളെ കണ്ട് ജനവിളകി, ജനവിളകുന്ന കണ്ടപ്പോൾ അഹരോനിളകി. അങ്ങനെ വലിയ അന്തരീക്ഷമായി. നമ്മൾ പറയത്തില്ല എന്തെന്നില്ലാത്തൊരു സാന്നിധ്യം. ഇപ്പോഴത്തെ പുതിയ മോഡേൺ ഉപദേശമാരുടെ ഡയലോഗ, എന്തെന്നില്ലാത്ത ഒരു പ്രത്യേക മണ്ഡലം. ചെന്നിപ്പുറത്തിൽ ഇന്നാന്ന് പറയും ഡോക്ടർ റവറൻ ആറോൺ അച്ഛനെ ശുശ്രൂഷിച്ചപ്പോൾ ഒരു പ്രത്യേക തലത്തിലായിരുന്നു. കാളയുണ്ടാക്കി വെച്ചോ, മൂരിക്കാളയിട്ട് തുള്ളിച്ചാന്നോ പ്രത്യേക തലത്തിൽ നിൽക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ജനമെല്ലാം വഴിവിടുക. അപ്പൊ അഹരോന്റെ ശുശ്രൂഷ എന്താന്ന് ചോദിച്ചാൽ, മലാക്കി പ്രവചനത്തിൽ നാം വായിക്കുന്നത്, പുരോഹിതൻ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാകയാൽ അവന്റെ ആദരം പരിജ്ഞാനം സൂക്ഷിച്ചു വെക്കേണ്ടതും ഉപദേശം അവനോട് ചോദിച്ച് പഠിക്കണം. അത് എത്രാം വാക്യം? 2:9 2:5 എത്ര? 7 9 5 യോടി. അവനോടുള്ള എന്റെ നിയമം, പുരോഹിതൻ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാകയാൽ. കൊച്ചമ്മ അത് എത്രാം വാക്യമാ? 7. 7 ഞാൻ പറഞ്ഞായിരുന്നല്ലോ. വായിച്ചു. പറഞ്ഞില്ല. ഇവിടെ പറഞ്ഞു. 5 7 9 9 ഞാൻ ചോദിച്ചില്ലേ? കേട്ടില്ല.
ഒരിച്ചിരി കേൾവി കുറവുണ്ട്. മൈക്ക് തന്നതുപോലെ തിരിച്ചെടുക്കാൻ എനിക്കറിയാം കേട്ടോ. ആ ആ 7 വായിര്. ആശാരി പറഞ്ഞ പോലെ ആ പിടാനും അറിയാം, ഇപ്പറ അടിക്കുമ്പോൾ അത് ഊരാനും എനിക്കറിയാം. വായിര് 7 വായിര് 7 വായിര്. പുരോഹിതൻ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാകിയാൽ പുരോഹിതൻ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാകയാൽ അവന്റെ അധരങ്ങൾ പരിജ്ഞാനം സൂക്ഷിച്ചു വെക്കണം. അടുത്തത് ഉപദേശം അവനോട് ചോദിച്ച് പഠിക്കേണ്ടതോ. പുരോഹിതൻ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാ. കർത്തദാസന്മാർ സഭയുടെ ദൂതന്മാരാ. അതല്ലേ പറഞ്ഞ എപ്പസോ സഭയുടെ ദൂതനെടുക്കുക, ലവോദിക്ക സഭയുടെ ദൂതനെടുക്കുക. ഒരു ശുശ്രൂഷകൻ സഭയുടെ ദൂതന. അവൾ പുരോഹിതൻ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാകയാൽ അവന്റെ അധരം പരിജ്ഞാനം സൂക്ഷിച്ചു വെക്കേണ്ടതും ഉപദേശം അവനോട് ചോദിച്ചു പഠിക്കണം. അപ്പോൾ അഹരോൻ ഉപദേശം കർക്കശമായി പറയണം, അല്ലാതെ ജനം പറയുന്നത് കേട്ട് തുള്ളുകല്ല. അഥവാ ജനത്തിന് അറിയത്തില്ല, പറയുമ്പോൾ പറയണത് അങ്ങനല്ല ഇങ്ങനെയാണ് കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. നമ്മൾ പെന്തിക്കോസുകാരാ, നമുക്കിത് പാടില്ല, പറഞ്ഞു കൊടുക്കണം. നമ്മൾ ദൈവമക്കളാ, നമുക്കിത് പാടില്ല, പറഞ്ഞു കൊടുക്കണം. അല്ലാതെ സഭയിൽ നിന്ന് ആള് പോകും, യോഗത്തിന് ആള് കുറയും, വലിയൊരു ഓർക്കും, അതൊന്നും പറഞ്ഞ് തടിതപ്പരുത്, സൂക്ഷം ദൈവം തന്നെ അടിക്കും. അപ്പൊ അഹരോൻ ഈ കാളക്കുട്ടിയെ ഉണ്ടാക്കാൻ ഇവര് നിർബന്ധിച്ചപ്പോൾ പറയണമായിരുന്നു, നമ്മുടെ ദൈവത്തിന്റെ രൂപമോ സാദൃശ്യമോ ഒന്നും കൊത്തി ഉണ്ടാക്കരുത്, വഷളത്വം ഉണ്ടാക്കരുത്. വെള്ളത്തിലുള്ളതാകട്ടെ, മേളിലുള്ളതാകട്ടെ, കരയിലുള്ളതാകട്ടെ, ഒന്നിന്റെ രൂപമോ സ്തംഭമോ ബിംബമോ സ്തൂപമോ ഒന്നും നമുക്ക് പാടില്ല. നാം ആരാധിക്കുന്ന ദൈവം അവൻ അദൃശ്യനായ ദൈവമാണ്. വഷളത്വം പാടില്ലെന്ന് പറഞ്ഞ് ശാസിച്ചമർത്തണ്ടേ. ഞാൻ ബഹുമാന്യ കർത്തദാസന്മാരോട് പറയാം, കർക്കശമായിട്ട് ഉപദേശം പറഞ്ഞോണം സഭയ്ക്കകത്ത്. കൺവെൻഷന് പൊതുസ്ഥലത്ത് സുവിശേഷം അറിയിക്കുക, സഭയ്ക്കകത്ത് കർക്കശമായ ഉപദേശം പറയണം. വേണ്ടേ? ജന ഉപദേശത്ത് നിൽക്കണം. ഇത് സോപ്പിട്ട് പറഞ്ഞിട്ട് കാര്യമായില്ല. പൗലോസ് തീത്തോസിനോട് പറയുന്ന കാര്യമുണ്ട്, നിന്നെ ക്രേത്തയിൽ വിട്ടേച്ചു പോകുന്നത് ശേഷമുള്ള കാര്യം ക്രമപ്പെടുത്തണം. ചില ക്രമീകരണം അവിടെ വരുത്തണം. അതിന് അങ്ങനെ ക്രമീകരണം അയ്യോ, ക്രേത്തരെ പറ്റി എടുത്തിരിക്കുന്നവന്മാർ വലിയ വിളവന്മാരാ. അമ്മ 1:9 വാക്യം ഒന്ന് വായിച്ചു, 9ഉം 10ഉം. ആ താഴത്തെ കണ്ണിക. വൃഥാവാചാലന്മാര്, അങ്ങനെ ഒരു പദം ഉണ്ടല്ലോ അമ്മേ. എത്ര വാക്യ? 9ആണോ 10ആണോ? 1-ന്റെ ഇടത്ത വശത്ത് താഴെ. വൃഥാവാചാലന്മാരും മനോവഞ്ചകന്മാരുമായി വഴങ്ങാത്ത 3 ടൈപ്പ് അവിടെ പറഞ്ഞേക്കുന്നത്. വൃഥാവാചാലന്മാരും മനോവഞ്ചകന്മാരും വഴങ്ങാത്ത 3 ടൈപ്പ്. ഇതെല്ലാം മിക്ക സഭയിലും ഉണ്ട്. വൃഥാവാചാലന്മാര് എന്ന് പറഞ്ഞാൽ ആ ഭാഷ പൊതുവെ പറഞ്ഞ തെറ്റാന്ന് എനിക്കറിയാം, പക്ഷെ വേറൊരു ഭാഷ എനിക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ ആ ഭാഷ തന്നെ ഇപ്പം പറയാൻ പോവാം. പൊതുവെ പറയുന്ന തെറ്റാന്ന് എനിക്ക് തോന്നുന്നു, പക്ഷെ വേറൊരു ഭാഷ കിട്ടാത്തത് കൊണ്ട് ഞാൻ ആ ഭാഷ തന്നെ പറയും. വൃഥാവാചാലന്മാർ എന്ന് പറഞ്ഞാൽ വെറുതെ ചപ്പളാത്തി അടിച്ചിരിക്കരുതെന്ന്. കാശിന് പ്രയോജനമില്ല. ചുമ്മാ ഇങ്ങനെ കലിങ്ക കയറിയിരിക്കുക, മാടക്കടയുടെ മുന്നിൽ പോയി ഒടിഞ്ഞ ബെഞ്ചിൽ കയറിയിരിക്കുക. നീ ദൈവ പൈതലാന്ന് ഓർക്കണം. സ്ത്രീകളും അതുകൊണ്ടമാ സുവിശേഷ പ്രവർത്തനത്തിന് പോകാം, പ്രാർത്ഥനയ്ക്ക് പോകാം, കൂട്ടായ്മയ്ക്ക് വരാം. അല്ലാതെ വെറുതെ മറ്റ് വീടുകളിൽ പോയി മെനക്കെട്ട് നടക്കരുത്. മെനക്കെട്ട് നടക്കരുത്. കർക്കശമായ ഉപദേശമല്ലേ തിരുവചനത്തിൽ. വിശേഷിച്ച് സഹോദരിമാരുടെ ആ കർക്കശ ഉപദേശം അവിടെ എഴുതിയിരിക്കുന്ന അമ്മമാര് പെൺപിള്ളേരെ എനിക്കറിയാം കൊച്ചമ്മ അതൊക്കെ വായിച്ചു തരുമെന്ന്. അതിനല്ലയോ ഞാൻ മൈക്ക് തന്നത്. അങ്ങനെ തന്നെ ഇരിക്കട്ടെ, അവിടെ ഞാൻ വരുന്നുണ്ട്. വെൺമണി ക്രൂസ് അടി അന്നേരം വായിച്ചു വന്നോണം. വചനവും അറിയാം, ഞാൻ പോകുന്ന റൂട്ടും അറിയാം. ദൈവം ശരീരത്തിന് അല്പം ബലഹീനതയുണ്ടെങ്കിലും ആത്മീയ വിഷയത്തിൽ നല്ല ചൂടാ. ദൈവത്തിന്റെ മഹത്വം. ദൈവം അനുഗ്രഹിക്കട്ടെ.
വൃഥാവാചാലന്മാരും മനോവഞ്ചകന്മാരും വഴങ്ങാത്ത കുറേ എണ്ണം. സ്തോത്രം. ഇവരെല്ലാം ക്രമീകരണത്തിൽ അവിടെ ഒരു പദമുണ്ട്. പിന്നെ വഴങ്ങാത്തവര് ക്രേത്തർ സർവ്വ അസത്യവാദികളും പെരുവയറന്മാരായ മടിയന്മാർ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ കഴിക്കും, ജോലി ചെയ്യത്തില്ല. അസത്യവാദികളും ദുഷ്ടജന്തുക്കളും മടിയന്മാരായ എന്ന് പറഞ്ഞ ആഹാരം കഴിക്കും, ജോലി ചെയ്യത്തില്ല. ജോലി ചെയ്യാത്തവൻ തിന്നരുതെന്നാണ്. ഒരുത്തൻ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഉപദേശമാരെല്ലാം ചുമ്മാ തിന്നു നടക്കുകയില്ലേ? ഞാൻ അപ്പോൾ പോടാന്ന് പറഞ്ഞു. വെറുതെ തിന്നെയാണോ? അല്ല, അങ്ങനെ പുസ്തകത്തിൽ വായിച്ചുകൊണ്ട് ജോലി ചെയ്യാത്തവൻ, വേല ചെയ്യാത്തവൻ. ഞാൻ പറഞ്ഞു, ഞാൻ നന്നായിട്ട് വേല ചെയ്യുന്നുണ്ട്. എന്തോ വേല? എൻ്റെ വേല എന്ന് വെച്ചാൽ എൻ്റെ ഉദ്യോഗം പൗലോസിൻ്റെ ഭാഷ പറഞ്ഞാൽ സുവിശേഷ വേലയാണ്. ഞാൻ അധ്വാനിക്കുന്നുണ്ട്, ഉപദേശത്തിലും വചനത്തിലും. നന്നായി അധ്വാനിക്കുന്ന മൂപ്പന്മാരെ, വിശേഷിച്ച് വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവരെ, അങ്ങനെ ആ പുസ്തകത്തിലെ പ്രമാണം. എത്ര രാത്രിയായാലും വീട്ടിൽ ചെന്നാൽ വേദപുസ്തകം വായിച്ച് ചില കാര്യങ്ങൾ ചിന്തിച്ചും ആലോചിച്ചും പഠിച്ചേ കിടക്കുള്ളൂ. ഞാൻ രാവിലെയും ദൈവസന്നിധി ഇരിക്കും. നന്നായിട്ട് അധ്വാനിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് വെറുതെ ഞങ്ങൾ തിന്ന് കിടക്കാന്ന് പറയരുത്. ജോലി ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഏൽപ്പിച്ച് ഇപ്പം തന്നെ മുമ്പേ ഒരു പാട്ട് പാടി, അത് കാണാതെ പഠിക്കണേ. ചില ഒന്ന് പാടാവോ? പാട്ടുകാരില്ലേ? പാടാവോ? കാണാതെ. നിങ്ങളെ ഇകഴ്ത്തി പറഞ്ഞതല്ല, ഞാൻ അധ്വാനിച്ചിട്ടല്ലേ. പാറ യോടി ഇല്ലേ? കാണാതെ പഠിക്കണ്ടേ? ഓർമ്മ ദൈവം തരുന്നതാ, എന്നാലും മെനക്കെടണ്ടേ? മെനക്കെടണ്ടേ? 2 വാക്യമേ ഉള്ളെങ്കിലും അത് കാണാതെ പറയണേ, മെനക്കെടണ്ടേ? ദൈവത്തിൻ്റെ കരുണയാ. നന്നായിട്ട് അധ്വാനിക്കണം. അപ്പം താഴോട്ട് പഠിച്ചു വരുമ്പോൾ അങ്ങനെയുള്ള ഈ വൃഥാവാചാലന്മാരും മനോവഞ്ചകന്മാരും വഴങ്ങാത്ത ഇവരെ, ഈ മടിയന്മാരായ പെരുവയറന്മാരായ ഇവരെ താഴത്തൊരു പറഞ്ഞിട്ട് കഠിനമായി ശാസിക്കണമെന്ന്. അങ്ങനെ തന്നെ അവിടെ എഴുതിയേക്കുന്നത് അല്ലയോ? കഠിനമായി ശാസിക്കണം. ആ പദമൊന്ന് വായിച്ചേ, കഠിനമായി ശാസിക്കണം. രണ്ടുപേരും വായിച്ചോളൂ. സത്യം വിട്ടകലുന്ന മനുഷ്യരുടെ കൽപ്പനകളെ ശ്രദ്ധിക്കാതിരിക്കേണ്ടതിനോ അവരെ കഠിനമായി ശാസിക്കണം. കഠിനമായി ശാസിക്കണം. അപ്പൊ അഹരോന് പറ്റിയ അബദ്ധം, ശാസിച്ചില്ല, കഠിനമായി ശാസിച്ചില്ല, ഉപദേശം പറഞ്ഞു കൊടുത്തില്ല. ആളെ ഉണ്ടാക്കി ഉള്ളി തുള്ളി മേളമായി. എന്തിനേറെ ജനത്തെ വഴി വിട്ടു. മോശ ഇറങ്ങി വന്നപ്പോൾ പാളയത്ത് വലിയ ബഹളവും ആർപ്പും ആരവാരവും. മോശ വന്ന് ചോദിച്ചു, എന്തുവാന്ന് ചോദിച്ചു. അവർ പറഞ്ഞു, ഫാസ്റ്റിംഗ് പ്രയറാ 40 days. അപ്പോൾ ചോദിച്ചു, എന്താ? തീയാന്ന് പറഞ്ഞു. തീ. പകല് പവർ കോൺഫറൻസും വൈകിട്ട് ഫയർ കോൺഫറൻസും ആണെന്ന് പറഞ്ഞു. എല്ലാ ദിവസവും ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു. എല്ലാ ദിവസവും. ഈയിടെ ഒരു സ്ഥലത്ത് ഉപവാസ പ്രാർത്ഥന, ഈ പുഴു നിറയ്ക്കുന്ന പോലെ എല്ലാവരുടെയും ഫോട്ടോ. എന്ത് ഫോട്ടോയാണെന്നറിയാമോ? ഇഷ്ടം പോലെ. പോയ ഒരാൾ എന്നോട് പറഞ്ഞാച്ചാ ഒരു പകല് തന്നെ 5-6 പേരാ പ്രസംഗിക്കുന്നത്. മത്സരമാണ്. ഇഷ്ടം പോലെ. അപ്പം മോശ ഇറങ്ങി വന്നപ്പോൾ പകല് ഭയങ്കര മീറ്റിംഗ് നടക്കുക. മോശ അടുത്ത് വന്നപ്പം വിവേചിച്ചു, വഴിവിട്ട് നടക്കുക. അതുകൊണ്ടാണ് മോശയെ അഹരോനെ ശാസിച്ച് ചോദിച്ചു, നീ ജനത്തെ കെട്ടഴിച്ചു വിട്ടത് എന്തിനാന്ന് ചോദിച്ചു. 25-ാം വാക്യം വായിച്ച കൊച്ചമ്മ. 25:32. അവരുടെ വിരോധികൾക്ക് മുമ്പാകെ അവർ ഹാസ്യമാകത്തക്ക വണ്ണം അഹരോൻ അവരെ അഴിച്ചുവിട്ട് കളകയാൽ ജനം കെട്ടഴിഞ്ഞവരെന്നാ. കണ്ടോ? കെട്ടഴിഞ്ഞവരായി എന്ന് കണ്ടിട്ട് മതി. അടിച്ചുവിട്ടു, ജനം കെട്ടഴിഞ്ഞു. ജനത്തെ കെട്ടഴിച്ചു വിടാൻ ഒക്കത്തില്ല. യാഗപീഠത്തിന്റെ കൊമ്പുകളോളം യാഗപശുവിനെ കയറുകൊണ്ട് കെട്ടണം. കെട്ടഴിച്ചു വിടാൻ ഒക്കത്തില്ല. ഇത് പ്രമാണമുണ്ട്. അഹരോൻ ജനത്തെ അടിച്ചുവിട്ടു, കെട്ടടിച്ചെന്നാ. എനിക്ക് തമിഴ് വശമില്ല. അദ്ദേഹം തമിഴ് ബൈബിൾ കൊണ്ടുവന്നത് ഗുണമായി. തമിഴിൽ കൊടുത്തിരിക്കുന്ന മലയാളത്തിൽ കെട്ടടിച്ചെന്നും ഹാസ്യമായെന്നുമൊക്കെയാണ്. തമിഴിൽ കൊടുത്തിരിക്കുന്നത് നിർവ്വാണമായെന്ന. ഒന്നുകൂടെ വാ, തമിഴ് വായി.
ഞാൻ വായിച്ചാൽ തെറ്റും എനിക്കറിയത്തില്ല. ജനങ്ങൾ തങ്ങൾ പകവീരക്കൾ അപമാനപ്പെടുത്തതാകെ ആരോൺ അവർകളെ നിർവാണമായി ഇരിക്കുന്നതേ അവർകൾ നിർവാണമായി ഇരിക്കുന്നത് മോശ കണ്ടെന്നാ വായിര്. ஜனங்கள் தங்கள் பகைவருக்குள் அவமானப்படத்தக்கதாக ஆரோன் அவர்களை நிர்வாணமாக இருந்தான். அவர்கள் நிர்வாணமாக இருந்ததை மோசே கண்டு ചോദിച്ചു നിർവാണമായി അങ്ങനല്ലേ നിർവാണമായി അതിൻ്റെ പച്ച മലയാളം അർത്ഥം പറ. നാണക്കേടാ അല്ലയോ? ഞാൻ പറഞ്ഞോളാം. തമിഴിൽ നിർവാണമായിരുന്നാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പച്ച മലയാളം തുണിയില്ലാതിരുന്നെന്ന്. ഈ കാളയിട്ട് തുള്ളിച്ച് ആളും മേളവും കാളയും ഓളവും എല്ലാം കൂടെ ആയപ്പോൾ നേരും ചൊവ്വിനും വസ്ത്രമില്ല. ഇംഗ്ലീഷ് ബൈബിൾ നേക്കടെന്ന് തന്നെയാണ് കൊടുത്തേക്കുന്നത്. അതാരുടെയിലുണ്ടോ ഇംഗ്ലീഷ് ബൈബിള്? ഇനി മുദ്ര പൊട്ടിക്കൊന്നും വേണ്ട, വച്ച് അവിടെ ഇരിക്കട്ടെ. അല്ല മുദ്ര വെച്ച് എന്തായാലും ഒരു കാര്യം പറയാം, ജനത്തെ കെട്ടടിച്ചു വിട്ടു. അങ്ങനെ കെട്ടടിച്ചു വിടാൻ പ്രമാണമില്ല. ജനം വേർപാടിലും വിശുദ്ധിയിലും പ്രമാണത്തിലും വ്യവസ്ഥയിലും പ്രതിഷ്ഠയിലും നിൽക്കണം. കാരണം കർത്താവ് വരാറായി. യേശുക്രിസ്തുവിന്റെ വരവിൽ എടുക്കപ്പെടണം.